മാൻസറയുടെ 2016 ലോഞ്ച് ചെയ്ത ഒരു പെർഫ്യൂമാണ് ഊദ് ലെമൺ മിൻറ്റ് എന്ന ഈ പെർഫ്യൂം. ഇതൊരു സിട്രസ്, അക്വാറ്റിക്, ഫ്രഷ്, ഊദ് ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പിന്നെ ടെസ്റ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു പെർഫ്യൂമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാം. ഇപ്പോൾ ടെസ്റ്ററിൻ്റെ ബോക്സ് അറിയാമല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും കാണാം. ഇവിടെ ടെസ്റ്റർന്ന് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ജ്യൂസ് വരുന്നത്. ഈ കടലിൻ്റെ തിരക്കപ്പുറത്തേക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു ട്രാൻസ്പെറൻസി നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെയാണ് തിരമാലയുടെ അറ്റത്ത് നിന്ന് ഉള്ളിലേക്ക് പോകുന്നതോറും ഉള്ള ഒരു ആഴം നമുക്ക് ഈ ബോട്ടിൽ കാണാൻ പറ്റും. ആ ഒരു അക്വാട്ടിക് അല്ലെങ്കിൽ ഓഷൻ ഇതിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. മാൻസറയുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ തന്നെയാണ്. മാഗ്നറ്റിക് ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാൻസറയുടെ സിഗ്നേച്ചർ ലോഗോ കാണാം. ബാച്ച് കോഡ് 24A6G1980C എന്നുള്ള ബാച്ച് കോഡാണ്. EDP കോൺസെൻട്രേഷനാണ് 120 ml. നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നീഷ് പെർഫ്യൂം കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നീഷ് ബ്രാൻഡാണ് മാൻസറ. ഏകദേശം 7000, 6500, 7000 മുതലൊക്കെയാണ് മാൻസറയുടെ പെർഫ്യൂം ലൈനപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെർഫ്യൂമിനോട് താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്രാൻഡ് അവർക്ക് എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുന്ന ഒരു നീഷ് ബ്രാൻഡാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാൻസറ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസ് വളരെ നാച്ചുറൽ ആയിരിക്കും. കഴിവതും സിന്തറ്റിക് ആയിട്ടുള്ള ഫാക്ടർ ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള പെർഫ്യൂംസാണ് മാൻസറ പൊതുവെ ഇറക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മാൻസറയുടെ ഒരു പെർഫ്യൂംസ് ആ ലൈനപ്പ് തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നല്ല ക്വാളിറ്റി ഉണ്ടാവും, 120 ml ആണ്, പെർഫോമൻസും ഉണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സീസൺ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂം. ഒരുപാട് റിവ്യൂസ് കണ്ടു, അനേകം ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ലെമൺ, ആൽമണ്ട്, ബ്ലാക്ക് പെപ്പർ, കൊറിയാണ്ടർ. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ അഗർവുഡ്, പച്ചോളി, ജാസ്മിൻ, മിൻറ്റ്. ബേസ് നോട്ടിൽ വരുമ്പോൾ വാനില, ആംബർ, വൈറ്റ് മസ്ക്, വെട്ടിവർ, ലെതർ. ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടുകൾ. ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രേ കൊള്ളാം. ഇതിൽ ഓപ്പണിങ്ങിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു നാരങ്ങ, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലെമണിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും. സ്വീറ്റ് ആയിട്ടുള്ള മണം. ഒപ്പം ഈ ആൽമണ്ടിൻ്റെയും ബ്ലാക്ക് പെപ്പറിൻ്റെയും ഊത്, നാരങ്ങ, ആൽമണ്ട്, ബ്ലാക്ക് പെപ്പർ, ഊത്, ഈ 4 നോട്ടുകളും കൂടി ചേരുമ്പോൾ ഇതിന് വേറൊരു മണം വരും. ആ മണം എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നിയത് വിക്സ് മിഠായി ഉണ്ടല്ലോ, വിക്സ് മിഠായി. പണ്ട് അതിൻ്റെ 2-3 ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇഞ്ചിയുടെ ആണോ ഹണിയുടെ ആണോ, ഹണിയുടെ ഫ്ലേവറുള്ള വിക്സ് മിഠായിയുടെ ഒരു മണമായിട്ടാണ് എനിക്ക് ഇത് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയത്. ആ ഒരു മിൻറ്റിൻ്റെ എഫക്റ്റും ഒരു മെന്തോളിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റും ഒപ്പം ഒരു സിട്രസി, ആ ഒരു ടോപ്പ് നോട്ടിലെ സിട്രസി എഫക്റ്റും ഒക്കെ ചേർന്നിട്ട് വിക്സ് മിഠായിയുടെ ആ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഓപ്പണിങ്ങിൽ ആ ഒരു ലെമണിൻ്റെ നോട്ട് വളരെ പ്ലസൻ്റ് ആണ്. പക്ഷെ അതിനോടൊപ്പം വരുന്ന ആൽമണ്ടിൻ്റെയും ഊത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഊതൊന്നും അല്ല, നമ്മൾ സാധാരണ കിട്ടുന്ന അറബിക് ശൈലിയിലോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഊതൊന്നും അല്ല. ഊത് ഏറ്റവും ബേസിലത് കൊടുത്തിരിക്കുന്നത്. ഊത് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഊത് ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഈ ഊതിൻ്റെ മണവും ഈ ആൽമണ്ടൊക്കെ ചേരുമ്പോൾ കിട്ടുന്നൊരു മണം ഒരു കനച്ച മണമായിട്ടാണ്, അല്പം ഒരു എർത്തി സ്മെല്ലായിട്ടാണ് കിട്ടുക. ഒരു ഡാർക്ക് എന്ന് പറയുമ്പോൾ ഒരു എർത്തി സ്മെല്ല്. ഉദാഹരണത്തിന് ടെരഡെ ഹെർമസിലൊക്കെ ചേർത്തിരിക്കുന്ന പോലെ ഒരു എർത്തി അണ്ടർ ടോൺ ഒരു നോട്ടായിട്ട് അത് മാറും ഈ 4 നോട്ട് കൂടി ചേരുമ്പോൾ. അപ്പോൾ എയറിൽ ഇത് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു വിക്സ്, ഹണി ചേർത്തിട്ടുള്ള, നാരങ്ങയും ഹണിയും ഒക്കെ ചേർത്തുള്ള വിക്സ് മിഠായിയുടെ ഒരു മണമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഇത് കഴിയുമ്പോൾ ഡ്രൈ ഡൗണിൽ നമുക്ക് മിൻറ്റിൻ്റെയും പച്ചുള്ളിയുടെ ഒക്കെ നോട്ട് കിട്ടും. നന്നായിട്ട് അത് സ്നിഫ് ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഇത് ട്രൈ ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല മണമാണ്, പക്ഷേ ഒരു വാവ് ഫാക്ടർ എനിക്ക് കിട്ടിയില്ല. കാരണം ഇത് വേറൊന്നുമല്ല, എവിടെയൊക്കെയോ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇത് സ്മെല്ല് ചെയ്തിട്ടുണ്ട്. ഈ മണം അത്ര പുതുമയുള്ള മണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ വിക്സിൻ്റെ ആ ഒരു മണം, വിക്സ് മിഠായിയുടെ ഒരു മണം അറിയാവുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ആ ഒരു മണമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ
മണം കൊള്ളാം, ഒരു ഓക്കെ ഓക്കെ ടൈപ്പായിട്ട് ഞാൻ പറയും. ഈ റിവ്യൂവിൽ കാണുന്നത് പോലെയുള്ള അത്രമാത്രം പൊക്കി പറയേണ്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എവിടെയൊക്കെയോ ട്രൈ ചെയ്തിട്ടുള്ളൊരു ഡി തന്നെ. ഇടയ്ക്ക് പവർ കട്ട് ഉണ്ടായി, അല്പം ഇരുട്ടായിരിക്കും. ഓക്കെ, ഞാനിത് ട്രൈ ചെയ്തപ്പോൾ വേറൊരു മണവും കൂടെ വന്നു. അതൊരു ഡിറ്റർജൻറ്റിൻ്റെ ഒരു മണം, പഴയ ഒരു ടൈഡ് ഏരിയലിൻ്റെ ഒക്കെ ഒരു ഒരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു നോട്ട് കിട്ടി. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു മണം, പക്ഷെ ഒരു മോശമായിട്ടുള്ള രീതിയിലല്ല, നല്ല രീതിയിൽ ഒരു ഗുഡ് വേ, ആ രീതിയിലൊരു ടോയ്ലറ്റ് ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഒരു മണം, ലൈസോളിൻ്റെ ഒക്കെ പോലത്തെ ഒരു മണം ഉണ്ടായി. അപ്പം ഈ ഡിറ്റർജൻറ്റിൻ്റെയും ഈ പറഞ്ഞ മണവും ഒപ്പം ആ വിക്സിൻ്റെ ഒക്കെ മണം, അതൊക്കെയാണ് എനിക്ക് ഇത് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയൊരു ഫീല്. അപ്പം ഇതൊരിക്കലും ഞാൻ മോശമായിട്ടുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ഒരുപാട് തവണ സ്മെല്ല് ചെയ്തിട്ടുള്ള നോട്ടായതുകൊണ്ട് പെട്ടെന്ന് ഈ വക നോട്ടുകളൊക്കെ ആയിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ലോങ്ജിവിറ്റി, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഹൈ ഹീറ്റിലും 5-6 മണിക്കൂർ നിൽക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോങ്ജിവിറ്റി ഉണ്ട്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊജക്ഷനും ഉണ്ട്. ഒരു 3 മണിക്കൂർ, 2.5-3 മണിക്കൂറൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനും ഉണ്ട്. ഞാനൊരു 10-12 സ്പ്രേയാണ് അടിച്ചത്. ഒരു 6-7 മണിക്കൂർ, 5-6 മണിക്കൂർ ഈ വെയിലത്ത് ഉച്ചയ്ക്കായിട്ട് അടിച്ചത്, അത്ര നേരം നിന്നു. ഇനി രാത്രിയാവുമ്പോൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7-8 മണിക്കൂർ നന്നായിട്ട് നിൽക്കും. ഇപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ഇത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ ഈ ചൂടിൽ ഹൈ ഹീറ്റിൽ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനുണ്ട്. ഉപയോഗിക്കാൻ പറ്റിയ ഒക്കേഷൻ എന്ന് പറയുന്നത്, ഇത് കുറേ ഒക്കേഷനിൽ ഉപയോഗിക്കാം. പ്രധാനമായിട്ടും ഇത് ട്രൈ ചെയ്തപ്പോൾ ഈ പ്രഭാത സവാരിക്കൊക്കെ പോകുമ്പോൾ, രാവിലെ ജോഗിങ്ങിന് പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ്. ഈ പറഞ്ഞ പോലെ സിട്രസി, അല്പം ഈ ഡാർക്ക് ആയിട്ടുള്ള നോട്ടുകൾ വരുന്നതുകൊണ്ടും അപ്പം രാവിലത്തെ പ്രഭാത സവാരിക്കൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത്, ഓഫീസിൽ, ഇപ്പം ഔട്ട്ഡോർ ആണെങ്കിലും ശരി, ഇൻഡോർ ആണെങ്കിലും ശരി, ഈ 2 സ്ഥലത്തും വർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ 2 മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തുചേരുന്ന സമയത്തൊക്കെ, വെയിലത്ത് പോകുമ്പോൾ, വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യാം, പാർട്ടിയിലൊക്കെ ഉപയോഗിക്കാം, കല്യാണം പോലുള്ള ചടങ്ങുകളൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ വളരെ വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നമുക്ക് ഏത് ഒക്കേഷനും ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇന്ന കാലാവസ്ഥ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഏജ് ലിമിറ്റും ഒരു 25 അബോവ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്പം മെച്യൂർഡ് ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഊതിൻ്റെയും ആ കോറിയാൻഡറും കുരുമുളകിൻ്റെ ഒക്കെ ഒരു സ്പൈസി സ്മെല്ല് വരുമ്പോൾ ഒരു പ്രത്യേകതര നോട്ടായിട്ടൊക്കെ മാറും. അപ്പോൾ അത് ഇച്ചിരി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ടോണിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് 25 അബോവ്, ഒക്കേഷൻ ഏതൊക്കെ, ഈ പറഞ്ഞ ഒക്കേഷൻ, കാലാവസ്ഥ, അങ്ങനെ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 9,000 അടുപ്പിച്ചാണ് ഇതിൻ്റെ റീറ്റെയിൽ പാക്ക് വരുന്നത്. ഞാൻ ടെസ്റ്ററാണ് വാങ്ങിയത്. 6,800, 6,900 അടുപ്പിച്ചാണ് എനിക്കിതായത്. അപ്പോൾ ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, ഈ 2 കാര്യത്തിൽ ഈ പെർഫ്യൂം ബീസ്റ്റാണ്. സ്മെല്ലിൻ്റെ കാര്യത്തിൽ പേഴ്സണലി ഒരു ഓക്കെ ടൈപ്പായിട്ടാണ് തോന്നിയത്. ലാസ്റ്റിംഗ് ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. നമ്മുടെ സമ്മർ സീസണിൽ വർക്കൗട്ട് ആവുന്നൊരു പെർഫ്യൂമാണ്. അപ്പോൾ ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഒരിക്കലും ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങാൻ പറ്റിയ പെർഫ്യൂം അല്ല. ഇത്രയാണ് എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. താല്പര്യമുള്ള ട്രൈ ചെയ്തിട്ട് വാങ്ങുക.